ഹലോ കൂട്ടുകാരെ, ഗണിതശാസ്ത്രത്തിലെ ഏറ്റവും രസകരമായൊരു വിഷയത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. അതായത് വ്യവകരണം അഥവാ സബ്ട്രാക്ഷൻ. നമ്മൾ മലയാളത്തിൽ അതിനെ കുറയ്ക്കൽ എന്ന് പറയും, അല്ലേ? ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഷയമാണ് കേട്ടോ. കാരണം കണക്ക് പുസ്തകത്തിൽ മാത്രമല്ല, രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ അറിയാതെ തന്നെ ഉപയോഗിക്കുന്ന ഒന്നാണത്. അപ്പോൾ ഈ സെഷനിലൂടെ നമുക്ക് സബ്ട്രാക്ഷൻ എന്താണെന്ന് വളരെ രസകരമായി ഒരു കഥ പോലെ തന്നെ മനസ്സിലാക്കാം. റെഡിയല്ലേ? ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യം എന്താണ് കുറയ്ക്കലെന്ന് നോക്കും, പിന്നെ അതിലെ പ്രധാന വാക്കുകളും ചിഹ്നങ്ങളും. അത് കഴിഞ്ഞ് വസ്തുക്കൾ വെച്ച് എങ്ങനെ കുറയ്ക്കാമെന്നും സംഖ്യാരേഖ ഉപയോഗിച്ച് എങ്ങനെ കുറയ്ക്കാമെന്നും പഠിക്കും. അതിനുശേഷം കുറച്ച് വലിയ സംഖ്യകൾ വരുമ്പോൾ കടം വാങ്ങി എങ്ങനെ കുറയ്ക്കാമെന്നും നോക്കും. ഏറ്റവും അവസാനം നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാനൊരു കിടിലൻ പരീക്ഷണവുമുണ്ട്. ശരി, നമുക്കൊട്ടും സമയം കളയാതെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഒന്നാമതായി, എന്താണ് ശരിക്കും ഈ കുറയ്ക്കൽ? വളരെ ലളിതമായി പറഞ്ഞാൽ, ഒരു കൂട്ടം സാധനങ്ങളിൽ നിന്ന് കുറച്ചെണ്ണത്തെ നമ്മൾ എടുത്തു മാറ്റുന്നു, എന്നിട്ടവിടെ ബാക്കി എത്രയുണ്ടെന്ന് എണ്ണി നോക്കുന്നു. ഇതിനെയാണ് നമ്മൾ വ്യവകലനം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റുകളുണ്ടെന്ന് കരുതുക. അതിൽ നിന്ന് 2 എണ്ണം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് കൊടുത്തു. അപ്പോൾ ബാക്കി നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട്? ആ ഒരു വ്യത്യാസം കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വിദ്യയാണ് ഈ കുറയ്ക്കൽ. സിമ്പിളല്ലേ? ഇനി രണ്ടാമത്തെ ഭാഗം. ഏതു ഭാഷയ്ക്കും അതിൻ്റേതായ ചില വാക്കുകളുണ്ടല്ലോ, അതുപോലെ ഗണിതത്തിനുമുണ്ട് ചില പ്രത്യേക വാക്കുകളും ചിഹ്നങ്ങളും. ഉദാഹരണത്തിന് 7 കുറയ്ക്കണം 3 = 4 എന്ന ഈ സമവാക്യം ഒന്ന് നോക്കൂ. ഇത് കാണുമ്പോൾ പേടിക്കാനൊന്നുമില്ല കേട്ടോ. ഇതിലെ ആദ്യത്തെ വലിയ സംഖ്യയായ 7നെ നമ്മൾ മൈനുവേണ്ടെന്ന് വിളിക്കും. അതായത് നമ്മുടെ കയ്യിൽ ആദ്യമുണ്ടായിരുന്ന മൊത്തം എണ്ണം. പിന്നെ കാണുന്ന ആ ചെറിയ വരയാണ് മൈനസ് ചിഹ്നം. അതാണവിടെ കുറയ്ക്കൽ നടക്കുന്നുവെന്ന് നമ്മളോട് പറയുന്നത്. അടുത്തതായി വരുന്ന 3 സബ്ട്രാഹൻഡ്. എന്താണ് ഈ സബ്ട്രാഹൻഡ്? അതെ, നമ്മൾ എത്രയാണോ എടുത്തു മാറ്റുന്നത് ആ സംഖ്യ. പിന്നെ കണക്ക് കഴിഞ്ഞു എന്ന് കാണിക്കാൻ ഒരു സമം ചിഹ്നം കൊടുക്കുന്നു. ഏറ്റവും അവസാനം കിട്ടുന്ന ഉത്തരമായ 4നെ നമ്മൾ ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം എന്ന് പറയും. ഈ പേരുകളൊന്ന് ഓർത്തുവെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ വാക്കുകളെല്ലാം പഠിച്ചു. ഇനി ഇത് നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. അതിനായി നമുക്ക് മൂന്നാമത്തെ ഭാഗമായ വസ്തുക്കൾ മാറ്റുന്ന രീതി ഒന്ന് നോക്കാം. നിങ്ങളുടെ മുന്നിലെ മേശപ്പുറത്ത് 5 ചെറിയ കട്ടകൾ ഇരിക്കുന്നുണ്ടെന്നൊന്ന് സങ്കൽപ്പിച്ചു നോക്കിയേ. 1, 2, 3, 4, 5. കൃത്യം 5 കട്ടകൾ മനസ്സിൽ കണ്ടില്ലേ? ഇനി ഇതിൽ ഒരു ചെറിയ മാജിക് ചെയ്യാം. ആ 5 കട്ടകളിൽ നിന്ന് നമ്മൾ പതിയെ 2 കട്ടകൾ അങ്ങ് എടുത്തു മാറ്റുന്നു. ഇപ്പോൾ മേശപ്പുറത്ത് ബാക്കി എത്ര കട്ടകളുണ്ട്? നമുക്കൊന്ന് എണ്ണി നോക്കാം. 1, 2, 3. കൃത്യം 3 എണ്ണം. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 5 - 2 = 3. 5ൽ നിന്ന് 2 എടുത്തു മാറ്റിയപ്പോൾ ബാക്കി 3 കിട്ടി. ശരിക്കും ഒരു കളി പോലെയല്ലേ ഇത്? വസ്തുക്കൾ വെച്ച് എണ്ണാൻ എളുപ്പമാണ്. എന്നാൽ അതുപോലെ തന്നെ വളരെ രസകരമായ മറ്റൊരു രീതി കൂടിയുണ്ട്. അതാണ് നമ്മുടെ സംഖ്യാരേഖാ രീതി, അല്ലെങ്കിൽ നമ്പർ ലൈൻ മെത്തേഡ്. ഈ സംഖ്യാരേഖ ഒന്ന് ശ്രദ്ധിക്കൂ. 7ൽ നിന്ന് 3 എങ്ങനെ കുറയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്തു ചെയ്യണം? സംഖ്യാരേഖയിൽ 7 എന്ന സംഖ്യ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. അവിടുന്ന് വേണം നമ്മൾ തുടങ്ങാൻ. ഇനി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും പുറകോട്ടാണ് നീങ്ങേണ്ടത്, അതായത് ഇടത്തോട്ട്. എത്ര കുറയ്ക്കണം? 3 കുറയ്ക്കേണ്ടതല്ലേ? അപ്പോൾ 7ൽ നിന്ന് നമ്മൾ 3 ചാട്ടം പുറകോട്ട് ചാടാൻ പോവുകയാണ്. 7ൽ നിന്ന് 6ലേക്ക് 1 ചാട്ടം, പിന്നെ 5ലേക്ക് 2ാമത്തെ ചാട്ടം, അവസാനം 4ലേക്ക് 3ാമത്തെ ചാട്ടം. എവിടെ എത്തി നമ്മൾ? അതെ, 4 എന്ന സംഖ്യയിൽ. അപ്പോൾ 7 - 3 = 4. ഒരു തവള ചാടുന്നത് പോലെ പുറകോട്ട് ചാടിയാൽ മതി, ഉത്തരം കിട്ടും. അപ്പോൾ നമ്മൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പഠിച്ചെടുത്തു. ഇനി നമുക്ക് ലെവലൊന്ന് മാറ്റിയാലോ? 1ന് താഴെ 1 കുറച്ച് വലിയ സംഖ്യകൾ വരുമ്പോൾ എങ്ങനെ കുറയ്ക്കുമെന്ന് നോക്കാം. ഇവിടെയാണ് നമ്മൾ കടം വാങ്ങി കുറയ്ക്കൽ ഉപയോഗിക്കുന്നത്. നോക്കൂ, 42ൽ നിന്ന് 17 കുറയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സംഖ്യകളെ നമ്മൾ 10കളുടെ നിര, 1കളുടെ നിര എന്നിങ്ങനെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. നമ്മളെപ്പോഴും വലതുവശത്തെ 1കളുടെ നിരയിൽ നിന്നാണല്ലോ തുടങ്ങുക. അവിടെ മുകളിൽ 2ഉം താഴെ 7ഉമാണുള്ളത്. ഇവിടെയാണ് നമ്മളൊരു ചെറിയ പ്രശ്നത്തിൽപ്പെടുന്നത്. 2 എന്ന ചെറിയ സംഖ്യയിൽ നിന്ന് 7 എന്ന വലിയ സംഖ്യ കുറയ്ക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അപ്പോൾ നമ്മൾ എന്തു ചെയ്യും? ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? ഇവിടെയാണ് ശരിക്കും റീഗ്രൂപ്പിംഗിന്റെ മാന്ത്രികത നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ കയ്യിൽ തികയാതെ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും? അടുത്ത വീട്ടിൽ പോയി കടം ചോദിക്കും, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ തൊട്ടടുത്തുള്ള 10കളുടെ നിരയിൽ നിന്ന് ഒന്ന് കടം വാങ്ങുന്നു. അവിടെ 4 10കളുണ്ട്. അതിൽ നിന്ന് ഒരു 10 നമ്മൾ കടമെടുത്താൽ അവിടെ ബാക്കി 3 10കളാകും. ഇനി ഈ കിട്ടിയ 10നെ നമ്മൾ 10 1കളാക്കി മാറ്റി നമ്മുടെ കയ്യിലുള്ള ആ 2 1കളുടെ കൂടെ ചേർക്കുന്നു. അപ്പോൾ എന്തായി? 10ഉം 2ഉം കൂടി 12ആയി മാറി.
കണ്ടോ ഇപ്പോൾ നമ്മൾ വലിയ ആളായി. ഇപ്പോൾ കാര്യങ്ങൾ വളരെ സിമ്പിളായില്ലേ? ഇനി ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ഒന്നുകളുടെ നിരയിൽ നിന്ന് തുടങ്ങുന്നു. 12ൽ നിന്ന് 7 പോയാൽ 5 കിട്ടും. ഇനി 10കളുടെ നിരയിലേക്ക് വരാം. അവിടെ ഇപ്പോൾ 4 അല്ല 3 ആണുള്ളത്. അപ്പോൾ 3ൽ നിന്ന് 1 പോയാൽ ബാക്കി 2. ഇനി ഈ 2 ഉത്തരങ്ങളും ചേർത്തൊന്ന് വായിച്ചു നോക്കിയേ, 25. അത്രയുള്ള കാര്യം. ഈ ഒരു ടെക്നിക്ക് മനസ്സിലാക്കിയാൽ എത്ര വലിയ സംഖ്യയും നിങ്ങൾക്ക് ഒരു പേടിയുമില്ലാതെ കുറയ്ക്കാൻ സാധിക്കും. ഗംഭീരം. നിങ്ങൾ വളരെ പെട്ടെന്നാണ് കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കുന്നത്. എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നു. അപ്പോൾ നമ്മൾ പുതിയ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതൊന്ന് സ്വന്തമായി ചെയ്തു നോക്കേണ്ടേ? നമുക്കൊന്ന് പരിശീലിക്കാം. ഇതാ നിങ്ങൾക്കായി ഒരു ചെറിയ ക്വിസ് നൽകുന്നു. ഒന്നാമത്തെ ചോദ്യം 6-4, രണ്ടാമത്തേത് 9-3, മൂന്നാമത്തേത് 35-16. ഇതിൽ മൂന്നാമത്തെ ചോദ്യം നമ്മൾ അവസാനമായി പഠിച്ച ആ കടം വാങ്ങി കുറയ്ക്കുന്ന രീതി ഉപയോഗിച്ച് വേണം ചെയ്യാൻ കേട്ടോ. ഇതിൽ ഏത് ചോദ്യമാണ് നിങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത്? അത് സ്വന്തമായി ഒന്ന് ചെയ്തു നോക്കൂ. ഈ സബ്സ്ട്രാക്ഷൻ അഥവാ കുറയ്ക്കലെന്ന വിദ്യ ഉപയോഗിച്ച് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്തുമ്പോൾ ഒന്ന് ചിന്തിക്കുക. നമ്മുടെ ഈ വലിയ പ്രപഞ്ചത്തിലെ ഒരു പാട് രഹസ്യങ്ങളുടെ ചുരുളഴിക്കാൻ ഈ ഗണിതത്തിന് കഴിയും. നമ്മുടെ അടുത്ത സെഷനിൽ ഏത് പുതിയ ഗണിതരഹസ്യമാകും നമ്മൾ ഒരുമിച്ച് കണ്ടെത്തുക? അപ്പോൾ ഈ ചോദ്യങ്ങൾ ചെയ്തു നോക്കുക, പരിശീലനം തുടരുക. നമുക്ക് വീണ്ടും കാണാം.